അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ലമാദ് ചെല്ലെ ഒരു മനുഷ്യ ജീവിച്ചുണ്ടെന്ന്. അയാൾ ഒരു ജ്യോതിഷായിട്ടെന്ത്, ഒരു മന്ത്രവാദിയായിട്ടെന്ത്, പല രോഗികളും മാനസികമായിട്ട് ബലലിയിട്ടുള്ള അതുപോലെ പൈശാചികമായിട്ടുള്ളതായ രോഗത്തിലെല്ലാം അയാൾ ചികിത്സ ആക്കേണ്ടത്. അയാളുടെ ചില ശൈത്താന്മാരെ പിടിച്ചിട്ടായിരിക്കും അയാൾ ചികിത്സ ആക്കടെ. അങ്ങനെ ലമാദ് ചെല്ല ഈ വ്യക്തി മക്കത്ത് വന്നപ്പോൾ മക്കത്തെ ചില ജാഹിലീങ്ങളായ മുശ്രിക്കുകൾ അയാളെ സമീപിച്ചിട്ട് ചെന്നാൽ ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂനുൻ, നാളിടയിൽ മുഹമ്മദ് ചിലൊരു വ്യക്തിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ പിരാന്തായിട്ട് അയാൾക്ക് മാനസിക, അതുകൊണ്ട് അയാളെ ഒന്ന് ഷിഫയാക്കി തരണം, നിങ്ങൾ വലിയ വലിയ രോഗികളെല്ലാം ഷിഫയാക്കണതല്ലേ, അപ്പോൾ അയാളെ ഒന്ന് ഷിഫയാക്കി തരണു ചെന്നിട്ട് ഈ മക്കത്തെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടാൽ. അപ്പോൾ അയാൾ ചെല്ല് എങ്കിൽ ആ മുഹമ്മദിനെ തന്നെ കുട്ടിയെ പറഞ്ഞു നാ ചികിത്സ ആക്കടേ. അപ്പോൾ അങ്ങ് ചെല്ലാറ് അങ്ങനെന്തും അയാൾ വിളിച്ചപ്പോൾ പണ്ട് കിട്ടാളെന്തോ അല്ല, അങ്ങനെ വിളിച്ചിട്ട് നിൽക്ക് നാ ചികിത്സ ആക്കട ഭാഷ നിങ്ങൾ പണ്ടാളെന്തോ അല്ല. അയാൾ നിങ്ങമേ കണ്ടുപിടിച്ചിട്ട് തേടി പിടിച്ചിട്ട് എന്താക്കണം, ചികിത്സ ആക്കിയിട്ട് തരും. അതിൽ എന്ത് ചികിത്സ വെച്ചെന്നെ ഞങ്ങൾ തണ്ട ചെന്നിട്ട് മക്കത്ത് മുശ്രിക്കുകൾ വാഗ്ദാനാക്കിടാറും. അങ്ങനെ ഈ ലമാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി നടക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയപ്പോൾ അയാൾ ചെല്ലുക, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉറുക്കി മിൻ ഹാദർ റീഹി വഹല്ലക്, ഓ മുഹമ്മദെ നിനക്ക് ഞാൻ മന്ത്രിച്ചിട്ട് നീല സീക്ക് ഞാൻ ഷിഫയാക്കടെ, നിങ്ങൾക്ക് എന്തുണ്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു പൈശാചികമായ ഒരു രോഗം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് വിഷയം എടുത്ത്, നിങ്ങൾ പേടിക്കണ്ട, ചികിത്സ വെച്ചൊന്നും നടക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹകരിച്ചും കഴിത്ത് നിങ്ങളെല്ലാ രോഗത്തും ഞാൻ ഷിഫയാക്കടെയാണ് ചെന്നിട്ട് ഈ മനുഷ്യ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഒന്നും മുണ്ടാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു. ഇങ്ങനെ സാധാരണയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചനാക്കുമ്പോൾ വാളെല്ലാം ചൊല്ലുമ്പോൾ ഉപദേശിക്കുമ്പോൾ ചൊല്ലതായ ആദ്യത്തെ ചില വചനങ്ങളായിട്ട് കിട്ടും. ഈ വചനത്തെ ആ മനുഷ്യരെ മുന്നോട്ട് ഇങ്ങനെ ചൊന്നിട്ട് പോകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ ആ മനുഷ്യ നബി തങ്ങളെ നോക്കിയിട്ടേ ബാക്കി, ഇയാൾ എന്തൊരു ചൊന്നിട്ടില്ല, അയാൾക്ക് തലക്ക് പോകണില്ല. എന്നിട്ട് അയാൾ ചെല്ല ഇത് അലയ്യ കലിമാത്തിക്ക ഹാവുലായി, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെന്ന് ആ വചനം കൊണ്ടില്ല, അത് പിന്നർക്ക് ആവർത്തിച്ച് ചൊല്ലുന്നു. അങ്ങനെ ഫആദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും അത് ആവർത്തിച്ചിട്ട് ചെന്നു. 3 കുറി ആവർത്തിച്ചിട്ട് നിമിത്തങ്ങ അയാളിട്ട ആ വചനം ഇങ്ങനെ ഓതിയിട്ട് പോയിട്ട്. അപ്പോൾ ഇത് കേട്ട ഈ മനുഷ്യ ചെല്ലു, ലഖദ് സമീഅതു ഖൗലൽ കഹനതി വ ഖൗല സഹറതി വ ഖൗല ശുഅറായി മാ സമീഅതു മിസ്ല കലിമാത്തിക. ഞാൻ ഒരുപാട് ജ്യോതിഷ്യന്മാരെ സമീപിച്ചില്ല, ഒരുപാട് സിഹിർ ചെയ്യങ്ങളെ സമീപിച്ചില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കവിമാരുള്ളാർ, നല്ല നല്ല ഷായർമാരുള്ളാർ, കവിമാരുള്ളാർ, അങ്ങനെല്ലാം പലക്കം ഞാൻ കേട്ട, അങ്ങനെ വചനങ്ങൾ കേട്ട. പക്ഷേ നിങ്ങൾ ചെന്ന ഈ പലക്ക ഇത്രയും ആകർഷണീയമായി ഒരു മന്ത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു ആകർഷണമുണ്ടോ, അതുകൊണ്ട് ഹാത്തി അതൊക്കെ ഉപായുക്കാൽ ഇസ്ലാം, നിങ്ങളെ കൈ നീട്ടണം, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങളെ പലക്കത്തിൽ എന്തോ ഒരു മാസ്മരികതയുണ്ടോ, ഒരു ആകർഷണമുണ്ടോ, അതുകൊണ്ട് നിങ്ങളെ കൈ നീട്ടറു. യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുടെ റസൂൽ ചെല്ലുന്നത് ഒരു സംശയവുമില്ല, ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ടായിട്ടുള്ള നിങ്ങളെ കൈ നീട്ടറു ചെന്നിട്ടു ഞാൻ ബയ്യത്താക്കട ചെന്നിട്ട് ആ മനുഷ്യ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട്. അപ്പോൾ നോക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലി പലക്കത്തിൽ
ഇസ്ലാം സ്വീകരിച്ച ആൾമാരുള്ളാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ദൗത്യത്തെ പിന്തിരിപ്പിക്കുമായിട്ട് എന്തെല്ലാം ശ്രമ പിന്നെ മക്കത്തെ മുസ്ലിങ്ങൾ നടത്തിയാറ്, എന്തെല്ലാം ഓഫർ വെച്ചിരാറ്. ഓർക്ക് ചെന്നാറ്, ഓ മുഹമ്മദ് എനിക്ക് എന്തിര വേണം, നീ എന്തിനാ ആവശ്യപ്പെട്ടുണ്ടല്ലേ, ഈ അറബ് ലോകത്തെ ചക്രവർത്തിയായിട്ട് മെറിയുണ്ട്, നിനക്ക് ആശ ഉണ്ടാ എങ്കിൽ അതും നിങ്ങൾ സാധിപ്പിച്ചു തണ്ട. നിന്നെ നിങ്ങൾ അറബ് ലോകത്തെ ചക്രവർത്തിയാക്കണം. നിനക്ക് ഈ അറബ് ലോകത്തെ ചന്തത്തെ പെണ്ണിങ്ങനെ ഭയങ്കര ആശ ഉണ്ടാ എങ്കിൽ നിങ്ങൾ അത് ഭയങ്കരാക്കി തണ്ട. നിനക്ക് വേറെ എന്തെങ്കിലും ഫൈനാൻഷ്യലായിട്ട് ആർത്ഥികമായിട്ട് സഹായത്തെ ആവശ്യമുണ്ടായിരുന്നു, അതും നിങ്ങൾ പൂർത്തിയാക്കി തണ്ട. ദയമായിട്ട് ഇപ്പം നീ വാദിച്ചിട്ടുള്ള ഈ വാദത്തെ തൊട്ട് നീ പിന്തിരിയണം. നാളെ ധർമ്മത്തെ നീ അവഹേളിക്കോ തീരാ, നീ കേന്ദ്രമേന ആക്കിത്തോ റെഡിയില്ലാണ്ട് മക്കത്തെ മുസ്ലിക്ക് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് മക്കത്തെ കുറേശികളെ, നിങ്ങൾ നിൻ്റെ കയ്യിൽ സൂര്യ, വലത്തെ കയ്യിൽ സൂര്യ, പിന്നെ ഇടത്ത കയ്യിൽ നിങ്ങൾക്ക് ചന്ദ്ര തന്നെങ്കിലും ഒരിക്കലും നിൻ്റെ ഈ ദൗത്യത്തെ തൊട്ട് നിനക്ക് പിന്തിരികോ സാധ്യമല്ലാണ്ട് അള്ളാഹിൻ്റെ റസൂൽ കടാത്തുണ്ടമായിട്ട് നിരാകരിച്ചിട്ട് അത്രയും വറച്ച ആ നിലപാടിൽ കൊണ്ട് ദീൻ പ്രചരിപ്പിച്ചിട്ട് ആ ദീൻ്റെ ലോകത്ത് സമർപ്പിച്ച് തന്നെ അവർ മഹാനായിട്ട് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആ നബി തങ്ങളെ കൽബിലെ അടിത്തട്ടിൽ സ്നേഹിക്കുകയും ആ നബി തങ്ങൾ കൽപ്പിച്ചു തന്നതായ എല്ലാ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരവും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിൻ്റെ ബർക്കത്തിൽ ഞങ്ങളെ ശാരീരികവുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. നല്ല ഉമ്മാബോഗ് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.